നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ കസ്തൂരി. ആ സന്ദീപേട്ടാ, വീട്ടിലെത്തിയോ അതോ വേറെ വല്ല വഴിക്കും പോയോ? ഇല്ല, വഴിതെറ്റിട്ടൊന്നുമില്ല, വീട്ടിലെത്തി. ചേട്ടനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. സന്തോഷ വാർത്തയോ? എന്താ അത്? നായിക ഇന്നിവിടെ വന്നിരുന്നു. ഏത് നായിക? 7 നായിക. ചേട്ടന്റെ ഹൃദയ നായിക. സൗവർണിക വന്നിട്ട് എന്ത് പറഞ്ഞു? വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു. പിന്നെ ചേട്ടനെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമ പറയുകയും ചെയ്തു. എന്നെ തെറ്റിദ്ധരിച്ചാണെന്ന് സൗവർണിക പറഞ്ഞു? അതെന്നെ. ചേട്ടന്റെ ഷർട്ട് ഉപയോഗിച്ച് നടത്തിയ ആൾമാറാട്ടമാണെന്ന് അവരെല്ലാരും തിരിച്ചറിഞ്ഞു. ചേട്ടനെ തെറ്റിദ്ധരിച്ചതിൽ സൗപർണികയ്ക്കും അച്ഛനും വിഷമമുണ്ട്. സാരമില്ല, വിഷമിക്കണ്ടെന്ന് പറഞ്ഞേരെ. അവരെന്നെ തെറ്റിദ്ധരിച്ചതിൽ എനിക്കൊരു പരിഭവമില്ലെന്ന് സൗപർണിയോട് പ്രത്യേകം പറയണം. പറയാം. അല്ല, അപ്പൊ എങ്ങനെ ലൈൻ വീണ്ടും തയ്യാറാവാണല്ലോ? ചേട്ടൻ വണ്ടി കയറുമല്ലേ? ഉറപ്പായിട്ടും കയറും, കയറിയിരിക്കും. എല്ലാം ശരിയാവുമെന്ന് അന്നേ വിദ്യമ്മ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നേരി കാണാം. ശരി ശരി. എന്നാ തിരിക്കുന്നേ? പറ്റിയാൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ. എത്രയും വേഗം അവിടെ എത്തും. ശരി ശരി. ആളിത് കേൾക്കാൻ നിൽക്കുമായിരുന്നു. ഇന്നോ നാളെയോ ഇങ്ങോട്ട് തിരിക്കുമെന്ന്. ശ്രീകലേ, ദേ നമ്മുടെ സിഇഒ വന്നൂട്ടോ. ഇപ്പോഴാടാ നീ എന്റെ മാധവന്റെ മോനായത്. അമ്മേ, അപവാദം പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും നാളെ ഞാൻ ആരുടെ മോനായിരുന്നു? പോടാ കള്ളച്ചെറുക്ക. കുടുംബത്തിന്ന് കടുകോളം കിട്ടിയതിനെ കുന്നോളം വളർത്തിയ പ്രയത്നശാലിയായിരുന്നു മാധവൻ. ഇത്രയും നാള് അതിന്റെ ഒരു ലാഞ്ചന പോലും ഞാൻ നിന്നെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് കേട്ടു. നിന്നെക്കുറിച്ച് കേൾക്കാൻ കൊതിച്ചതൊക്കെ തമ്പി പറഞ്ഞു. ഓഫീസില് നിന്റെ പെർഫോമൻസിനെ കുറിച്ചെല്ലാം തമ്പി പറഞ്ഞു. അമ്മേ, എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ആ സമയം വരുമ്പോ കാര്യങ്ങളൊക്കെ ശരിയായി വരും. വാ ഇരിക്കും. എന്റെ മുന്നിനി എന്നും ഓഫീസിൽ പോണം. ഒരു കമ്പനി സിഇഒയുടെ ലെവലിൽ നിന്നും എല്ലാം നോക്കി നടത്തണം. ആ അതിനിടയില് അമ്മ പറഞ്ഞില്ലേ, ആ പെൺകുട്ടി, അവളുമായി കല്യാണം ഉറപ്പിക്കാം. പിന്നെ രണ്ടുപേരും കൂടി കാര്യങ്ങൾ നോക്കിയാ മതി. സോറി അമ്മേ. ഒരു സോറിയുമില്ല. നാളെ നമുക്ക് എല്ലാവർക്കും കൂടി പോയി ആ കുട്ടിയെ കാണണം. എടാ, കണ്ടാ നിനക്ക് അവളെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല കുട്ടിയാ. അമ്മേ, ഒന്നിനും സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് മൂവാമ്പേക്ക് പോയേ പറ്റൂ. അപ്പൊ ആ പെൺകുട്ടിയുടെ കാര്യോ? അവളെ കല്യാണം കഴിക്കുന്ന കാര്യോ? സൗപർണികയെ കല്യാണം കഴിക്കുന്ന കാര്യമല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കുന്ന കാര്യം തൽക്കാലം പരിഗണനയിലില്ല. അമ്മ ആ കുട്ടിയോടോ അവളുടെ വീട്ടുകാരോടോ വാക്കൊന്നും കൊടുക്കണ്ട. അതൊരു വെറുംവാക്ക് കൊടുക്കലായി പോകും. വെറുംവാക്ക് കൊടുക്കുന്ന ഒരാളായിട്ട് എൻ്റെ അമ്മ തരം താഴുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. മോനെ, നീ വന്നല്ലോ, സമാധാനായി. തെറ്റിദ്ധരിച്ചു പോയി, ക്ഷമിക്ക. സാരമില്ലെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും അങ്ങനൊന്നും പറയണ്ട. അതൊരു വെറും തെറ്റിദ്ധാരണയായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാവുമെന്ന് ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അതിത്ര വേഗത്തിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അങ്കിളിന് അതിൽ കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. മോനെ, എല്ലാ കിഷന്റെ പണിയായിരുന്നു. നിന്നോട് അവനെന്തോ പകയുണ്ട്.
അത് നേരിട്ട് തീർക്കാൻ വയ്യാത്തോണ്ട് അവൻ കണ്ട കുറുക്കോഴിയായത്. അവനൊരു മഹാകള്ളനാണെങ്കിൽ മുമ്പൊരിക്കെ നാഥൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അതിന്റെ ഒരു ഇഷ്ടക്കേട് കാണുവാന്. പക്ഷേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എത്ര തന്ത്രപരമായിട്ട് അവൻ കാര്യങ്ങൾ ചെയ്തത്. മോന്റെ ഷർട്ട് മോഷ്ടിച്ച് കണ്ടാൽ മോനെ പോലെ ഇരിക്കുന്ന ഒരുത്തനെ കണ്ടുപിടിച്ച് ആ ഷർട്ട് അവന് ധരിപ്പിച്ചു കൊണ്ട് നിർത്തി സന്ദീപിന്റെ ആളാണെന്ന ഭാവത്തില് സന്ദീപിന് വേണ്ടി ചെയ്തതാണെന്ന മട്ടില് ചെയ്യുക. സത്യത്തില് മോനെ, ആ പയ്യനെ കണ്ടാല് നീ അല്ലെന്ന് പറയില്ല. അന്ന് പകല് നമ്മൾ തമ്മിൽ കുറച്ച് സംസാരിക്കുകയും ചെയ്തല്ലോ. എല്ലാം കൂടി ഒത്തുവന്നപ്പോ ഞാൻ സംശയിച്ചു പോയി അത് നീയാണെന്ന്. സാരമില്ലെങ്കിൽ എല്ലാം തെളിഞ്ഞു വന്നല്ലോ. ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അന്ന് ദൈവൂട്ടി പോലെ എന്നെ വിശ്വസിക്കാതെ തള്ളി പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയത്. പിന്നെ ഇപ്പൊ തിരിച്ചു വന്നത്? സൗപർണിക കസ്തൂരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തെറ്റിദ്ധരിച്ചതിന് ക്ഷമയൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ സൗപർണികയുടെ ക്ഷമാപണമൊന്നും വേണ്ട. അവളുടെ പിണക്കം മാറിയെന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കേട്ടു. അന്നേരം ഞാൻ പുറപ്പെട്ടു. നന്നായി മോനെ. നിന്റെ വലിയ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാതെയാ ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചത്. അത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അതങ്ങ് മറന്നേക്ക്. വന്നുവല്ലേ? ആ, തെറ്റിദ്ധാരണകൾ കൊണ്ട് രണ്ടുപേർ അകന്നു പോകുമ്പോ ഒരു വേദനയുണ്ടാവും, സ്വാഭാവികമാണത്. എന്നാൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി വീണ്ടും കൂടിച്ചേരുമ്പോഴുള്ള മധുരം ഉണ്ടല്ലോ, അതിന്റെ സുഖമുണ്ടല്ലോ, അത് പിരിയുമ്പോഴുണ്ടാവുന്ന വേദനയുടെ പല മടങ്ങാണ്. അത് ശരിയാ വിദ്യാമ്മേ. ഇപ്പോഴത്തെ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാ. ഇപ്പോഴത്തെ എന്റെ ഈ വരവിന് പിന്നിൽ ഉറപ്പിച്ചെടുത്തൊരു തീരുമാനമുണ്ട്. എന്ത് തീരുമാനം? അങ്കിൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതിന്റെ പേരിൽ സൗപർണിക്ക് ചീത്തപ്പേരുണ്ടാവുന്നു. അതുണ്ടാകാതിരിക്കാനുള്ള തീരുമാനം എടുത്തിട്ട് അങ്കിളെ ഞാനിപ്പോ വന്നിരിക്കുന്നത്. അത് അന്നേരത്തെ ഒരാവശ്യത്തിന് പറഞ്ഞു പോയതല്ലേ? അങ്കിള് പറഞ്ഞാൽ ന്യായമുണ്ട്, സത്യമുണ്ട്. അതെല്ലാം ചിന്തിച്ച് തീരുമാനം എടുത്തിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. സൗപർണികയെ വിവാഹം കഴിച്ച് ഞാൻ എൻ്റെ ഒപ്പം കൊണ്ടുപോകും. എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ഇനി അത് വച്ച് നീട്ടുന്നില്ല. നടന്നിരിക്കും, നടപ്പാക്കിയിരിക്കും. ശരി വിദ്യാമ്മേ. അവന്റെ വരവറിയാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. ചെന്നറിയിക്ക്, അവൻ വന്നിട്ടുണ്ടെന്ന്, കൊണ്ടുപോകാനുള്ള തീരുമാനവുമായി വന്നിട്ടുണ്ടെന്ന്. പറയാം വിദ്യാമ്മേ, ഇപ്പൊ പറയാം. ഇപ്പൊ തന്നെ പറയാം.